കൊല്ലം ജില്ലയിലെ മലയോര മേഖലയിലും തീരമേഖലയിലും ശക്തമായ മഴയും കാറ്റും. ട്രോളിംഗ് നിരോധനം അവസാനിച്ച് കടലിൽ ഇറങ്ങിയ ഭൂരിഭാഗം ബോട്ടുകളെയും തിരികെ വിളിച്ചു. കുളത്തൂർ പുഴയുടെ താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളം കയറി. താഴ്ന്ന പ്രദേശങ്ങളിലുള്ളവരെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കും മാറ്റിയിരിക്കുകയാണ്. റിപ്പോർട്ട് കാണാം. ട്രോളിംഗ് നിരോധനം പുലർച്ചയോടുകൂടി അവസാനിച്ചെങ്കിലും ഭൂരിപക്ഷം ബോട്ടുകളും കടലിലേക്ക് ഇറങ്ങിയില്ല. കടലിലേക്ക് പോയ ബോട്ടുകളിൽ പലതും തിരികെ വിളിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. കാരണം അതിശക്തമായ മഴയും കാറ്റും ഉയർന്ന തിരമാലകളുമാണ് ബോട്ടുകൾ തിരികെ വിളിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം. ഒപ്പം തന്നെ തങ്കശ്ശേരിയിൽ വള്ളം മറിഞ്ഞ് 6 പേരുണ്ടായിരുന്ന വള്ളമാണ് മറിഞ്ഞത്. 5 പേരെ രക്ഷപ്പെടുത്തി. ഒരാളെ ഇനിയും കിട്ടിയിട്ടില്ല. അയാൾക്കായുള്ള തിരച്ചിൽ തുടരുകയാണ്. കൊല്ലം പോർട്ടിലേക്ക് നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം. കൊല്ലം പോർട്ടിലേക്ക് ഈ കടലിലുള്ള പല വള്ളങ്ങളും ഒപ്പം തന്നെ ബോട്ടുകളും തിരികെ കയറി വരികയാണ്. കാരണം കടലിൽ അതിശക്തമായ കാറ്റുണ്ട്, അതിശക്തമായ തിരമാലകളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ബോട്ടുകളൊക്കെ തന്നെ ഇവിടേക്ക് അടുപ്പിക്കുന്നൊരു സാഹചര്യം കൂടിയുണ്ട്. ഒപ്പം തന്നെ കിഴക്കൻ വെള്ളം ഒഴുകി കൂടുതലായി വരുന്നതോടുകൂടി പരവൂർ കായലിലെ ജലനിരപ്പ് ഉയരുന്നുണ്ട്. പരവൂർ കായലിലെ ജലനിരപ്പ് ഉയർന്നാൽ നമുക്കറിയാം മയ്യനാട്, താന്നി അടക്കമുള്ള സ്ഥലങ്ങളിൽ കൂടുതലായി വെള്ളം കയറും. ഒപ്പം തന്നെ കുളത്തൂപ്പുഴയിലും വലിയ രീതിയിൽ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. കുളത്തൂപ്പുഴ 30 അടി പാലത്തിൽ വെള്ളം കയറി. തെങ്കാശി തിരുവനന്തപുരം അന്തർ സംസ്ഥാന പാതയിലൂടെയുള്ള ഗതാഗതം തടസ്സപ്പെട്ടു. അച്ചൻകോവിൽ വീടിന് മുകളിലേക്ക് മതിലിടിഞ്ഞു വീണു. ഒപ്പം തന്നെ അഞ്ചലിലെ താഴ്ന്ന മേഖലകളിലും വെള്ളം കയറിയിട്ടുണ്ട്. അങ്ങനെ വലിയ രീതിയിൽ ജില്ലയുടെ കിഴക്കൻ മലയോര മേഖലകളിൽ വലിയ നാശനഷ്ടം ഉണ്ടായിരിക്കുകയാണ്. അതുപോലെ മലയോര മേഖലകളിലും ഒപ്പം തന്നെ വനമേഖലകളിലുമൊക്കെ തന്നെ മഴ ശക്തമായി തുടരുകയാണ്.